ഹലോ, എല്ലാവർക്കും പത്തരമാറ്റിന്റെ ഒരു അടിപൊളി എപ്പിസോഡ് റിവിലോട്ട് സ്വാഗതം. മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുന്നുണ്ട്. നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങ. പുരോഹിതനെ കണ്ടിട്ട് നല്ലൊരു ദിവസം കുറിക്കണം. അവളിനി അവളെ വീട്ടിൽ നിൽക്കാൻ പോവാന്ന് പറയുമ്പോ എതിർപ്പൊന്നും കാണിക്കണ്ട. അവിടെ നിന്നോട്ടെ പാവം. ഇവിടെ നിന്ന് കഴിഞ്ഞാല് ആ കുട്ടിക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല. അബയുടെയും ജലജയുടെയും കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. രണ്ടെണ്ണവും കണക്കാ. ആ കുട്ടി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അഭിയാണെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള പരിഗണന പോലും ആ കുട്ടിക്ക് കൊടുക്കുന്നില്ല. 7ാം മാസത്തെ ചടങ്ങിന്റെ കാര്യം പറഞ്ഞാലും അവർക്കൊന്നും അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇതിപ്പോ നയനമോളാ അവൾക്കുള്ള സാരിയും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിരിക്കുന്നത് 7ാം മാസത്തിന്. സ്വന്തം ഭർത്താവല്ലേ അക്കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതൊന്നും അവന് ബാധിക്കുന്ന കാര്യമല്ല. അവൻ രാവിലെ അങ്ങ് ഇറങ്ങും ഊര് തണ്ടാനായിട്ട്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ കയറി വരും. ഈയിടെയായിട്ട് പെണ്ണുങ്ങളെ പുറകെയും കള്ളുകുടിയൊക്കെ കൂടുതലാണെന്നാ നവ്യമോള് പറഞ്ഞത്. ആദർശിന്റെയും അനിയുടെയും കൂടെയാ അഭിയും വളർന്നത്. എന്നാ അവരുടെയൊന്നും ഒരു സ്വഭാവവും അഭിക്ക് കിട്ടിയിട്ടില്ല. ജലജയുടെ പകർപ്പ് തന്നെയാ അവനും. അവരങ്ങനെയാണെന്ന് കരുതിയിട്ട് നവ്യമോളെ വേദനിപ്പിക്കാനൊന്നും പറ്റില്ല. ആ കുട്ടി നമ്മുടെ മരുമകളാ. ഇവിടെ വന്ന് ആ കുട്ടി കഷ്ടപ്പെടരുത്. നമ്മുടെ പേരക്കുട്ടിയാ അവളെ വയറ്റിൽ കിടക്കുന്നത്. ഒരു കുറവും ആ കുട്ടിക്കുണ്ടാവരുത്. ഇദ്ദേഹത്തിന് എതിർപ്പൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ കുറച്ച് ആഭരണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ ആഭരണങ്ങളൊന്നും ധരിക്കാറില്ലല്ലോ. കുറച്ച് ആഭരണങ്ങളൊക്കെ നയനമോൾക്ക് കൊടുത്തു. ഇനിയുള്ളത് കുറച്ച് നവ്യയ്ക്ക് കൊടുക്കാം. അവളെ 7ാം മാസത്തെ ചടങ്ങിന് ആഭരണങ്ങളൊക്കെ ധരിച്ച് അതിസുന്ദരിയായിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് ഞാൻ അവൾക്കത് കൊടുക്കട്ടെ, ഒരു സമ്മാനമായിട്ട്. എന്ത് ചോദ്യാടോ നീ എൻ്റെ അടുത്തത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ മോള് തന്നെയാ നവ്യയും. നയനെ പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന നല്ലൊരു മരുമകളാ നവ്യ. അതുകൊണ്ട് ആ കുട്ടിക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് എന്ത് എതിർപ്പാണുള്ളത്? എന്നാലേ ആഭരണങ്ങളെല്ലാം ഞാൻ ഇന്ന് എടുത്തു വെക്കട്ടെ. ആദർശനോട് പറഞ്ഞ് ആഭരണമെല്ലാം ഒന്ന് പോളിഷ് ചെയ്യണം. എന്നിട്ട് വേണം നവ്യ മോൾക്ക് കൊടുക്കാനായിട്ട്. അവൾക്കൊരുപാട് സന്തോഷാവും. മുത്തശ്ശി എങ്ങനെ ആഭരണപ്പെട്ടിയൊക്കെ പുറത്തോട്ട് എടുത്തു വെച്ച് കട്ടിലിരുന്ന് ഓരോ ആഭരണങ്ങളും എടുത്തു നോക്കുന്നുണ്ട്. അതുവഴി പോകുന്ന അനാമിക അത് കാണുന്നുണ്ട്. ഈ കിളവി സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ടല്ലോ. ഇനി ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കോ? ഇനി അന്ന് നയനയ്ക്ക് കൊടുത്ത പോലെ കുറച്ച് സ്വർണ്ണങ്ങൾ എനിക്ക് തരണമെന്ന് കരുതിയിട്ട് പുറത്തോട്ട് എടുത്തു വെച്ചതായിരിക്കോ? എന്തായാലും കിളവിയുടെ കയ്യില് കുറച്ചൊന്നല്ല സ്വർണ്ണാഭരണങ്ങൾ ഉള്ളത്. നയനയ്ക്ക് ഒരു പെട്ടി നിറയെ കൊണ്ടു കൊടുത്തതാ. അതിന് പുറമെയും എത്രയാ ആഭരണങ്ങള്. ഇതൊന്ന് കുറച്ചെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഒന്ന് പിടിച്ചു നിൽക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് രേവതിക്ക് വിളിച്ച് പറയുന്നുണ്ട്, അമ്മേ, ആ കിളവിയുണ്ടല്ലോ ആഭരണങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ച് അതിന്റെ ഭംഗി നോക്കി ആസ്വദിക്കുക. ഈ വയസ്സാം കാലത്ത് കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന സമയത്ത് ആ കിളവിയുടെ കയ്യിലെ കിലോ കണക്കിനാ സ്വർണങ്ങൾ ഇരിക്കുന്നേ. എൻ്റെ മോളെ, ഞാൻ പറഞ്ഞതല്ലേ, ആ മൂർത്തി എന്ന് പറയുന്ന ആളെ നിസ്സാരക്കാരനൊന്നുമല്ല. മാസം മാസമായിരിക്കും ആ സ്ത്രീക്ക് ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിരിക്കുക. ജ്വല്ലറിയൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത്, ആ മുത്തശ്ശി ഒന്ന് സോപ്പിട്ട് നിന്ന് കിട്ടാവുന്നതൊക്കെ വാങ്ങിക്കാനായിട്ട്. നീ അതൊന്നും കേട്ടില്ല. അതുകൊണ്ട് ഇപ്പം എന്തായി? അച്ഛന് കട ഓരോ ദിവസം കൂടി കൂടി വരിക. ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് നുള്ളിപ്പെറുക്കി തന്നില്ലേ. ഇനി എൻ്റെ അടുത്ത് ആകെയുള്ളതേ എൻ്റെ കഴുത്ത് കിടക്കുന്ന ഈ താലിയും കയ്യിൽ 2 വളയുക. അല്ലാതെ ഒന്നും എൻ്റെ കയ്യിലില്ല. വല്യമ്മ തന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ തിരിച്ചു ചോദിച്ചാലേ ഞാൻ എന്ത് ചെയ്യുന്ന പോലും എനിക്കറിയില്ല. പെട്ട അവസ്ഥയായിരിക്കും അമ്മേ. അതൊന്നും ചോദിക്കില്ല മോളെ. ആ സ്ത്രീക്ക് എന്നെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട്. പിന്നെ നിനക്ക് തന്ന സ്വർണ്ണാഭരണങ്ങൾ എന്തിനാ തിരികെ ചോദിക്കുന്നേ? അതൊന്നും ചോദിക്കില്ല. നീ ഒരു കാര്യം ചെയ്യേ, പറ്റിയാലേ ആ കിളവിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റാൻ നോക്ക്. എല്ലാം നല്ല കനമുള്ള സ്വർണ്ണാഭരണങ്ങളായിരിക്കും. ഏതെങ്കിലും ഒന്ന് എടുത്താലും ആ കിളവി അതൊന്നും നോക്കാൻ പോകുന്നില്ല. ഇപ്പോൾ വയസ്സാം കാലത്തെ ഓർമ്മയൊക്കെ കുറഞ്ഞു കാണും. നിനക്ക് പറ്റുമെങ്കിലേ അതൊന്ന് ശ്രമിച്ചു നോക്ക്. അവസരം കിട്ടിയിട്ടമ്മേ ഞാൻ മുഴുവനായിട്ട് തന്നെ അടിച്ചു മാറ്റും, നോക്കിക്കോ എന്ന് അനാമിക പറയുന്നു. ആദർശ് അങ്ങനെ ആഭരണങ്ങളെല്ലാം പോളിഷ് ചെയ്ത് മുത്തശ്ശിക്ക് ഏൽപ്പിക്കുന്നുണ്ട്. എന്താ മുത്തശ്ശി ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്? അതൊന്നുമല്ല, ഈ ആഭരണങ്ങളൊക്കെ നവ്യയ്ക്ക് കൊടുക്കാനായിട്ടാ. അവളുടെ 7ാം മാസത്തെ ചടങ്ങല്ലേ. നയനയ്ക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നവ്യയ്ക്ക് 5ാം മാസത്തില് ഞാനൊരു നെക്ലേസ് മാത്രമാണ് കൊടുത്തത്. ഇതിപ്പോൾ 7ാം മാസത്തെ ചടങ്ങല്ലേ. സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വേണം മോൾ ഇവിടുന്ന് പടിയിറങ്ങാനായിട്ട്. അതിനായിട്ട് ഞാൻ കൊടുക്കുന്നതാ. നന്നായി. എന്തായാലും നവയ്ക്ക് വലിയ സങ്കടാ അഭിയുടെ കാര്യം ഓർത്തിട്ടും ജലജയുടെ കാര്യം ഓർത്തിട്ടും. ഈ സമയത്ത് അഭിയല്ലേ കൂടെ നിൽക്കണ്ടേ, സ്നേഹിക്കേണ്ടത്.
എന്നാ അതൊന്നും ആ കുട്ടിക്ക് കിട്ടാത്തതുകൊണ്ട് അവൾക്ക് വലിയ നിരാശയാ. അതുകൊണ്ട് ആദർശേ ഞാനിത് കൊടുക്കുന്നത്. ആ കുട്ടിക്ക് ഒരു കുറവും ഉണ്ടാവരുത്. ആദർശേ നിനക്ക് അഭിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? എന്ത് മനസ്സിലാക്കാനാ മുത്തശ്ശി? അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ നന്നാവാൻ പോകുന്നില്ല. ഈയിടെയായിട്ട് ഓഫീസിലോട്ട് അവൻ വരുന്നില്ല. അവന് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. എന്ത് ചെയ്യാനാ? അവൻ ഇങ്ങനെ ആയാല് എന്തായാലും ഈ ആഭരണങ്ങള് നവ്യമോൾക്ക് കൊടുക്കണം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാവരോടുമായിട്ട് ഇക്കാര്യം പറയാനായിട്ട്. എല്ലാവരും വിളിച്ചു വരുത്തുന്ന സമയത്ത് അനാമിക ജലജയോട് പറയുന്നുണ്ട്, ഈ കിളവനെന്തിനാ എല്ലാവരും ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത്? മനുഷ്യന് കുറച്ചു നേരം ഉറങ്ങാന്ന് കരുതിയതാ, അതിന് സമ്മതിക്കില്ല. ഒരു കാര്യമില്ലാതെ അച്ഛൻ വിളിച്ചു വരുത്തില്ല. നീ എന്തായാലും ക്ഷമിക്ക്. എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ജലജെ, ആ എന്താ അച്ഛാ? അല്ല, നിന്റെ മരുമകളുടെ 7ാം മാസത്തെ ചടങ്ങാ. നീയല്ലേ മുൻപിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടേ? എന്ത് നോക്കാനാച്ചാ? അതങ്ങ് നടന്നോളും. ഇനിയിപ്പോ ചടങ്ങ് നടത്തിക്കൊള്ളണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നിനക്കുണ്ടാവില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. എന്നാലേ പുരോഹിതനെ ഞാൻ വിളിച്ചിരുന്നു. ഈ വരുന്ന വ്യാഴാഴ്ച നല്ല മുഹൂർത്താണെന്ന് പറഞ്ഞു. അന്ന് മോൾക്ക് 7ാം മാസത്തെ ചടങ്ങ് കഴിച്ച് വീട്ടിലോട്ട് പോവാന്നാ പറഞ്ഞത്. നയന നവ്യ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് നവ്യയ്ക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരിക്കില്ല. മുത്തശ്ശൻ്റെ അടുത്ത് നവ്യ പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശ, ചടങ്ങൊന്നും കഴിക്കണ്ട. അച്ഛനമ്മയും വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളും. അതൊന്നും പറ്റില്ല. ഈ വീട്ടിലെ ആദ്യത്തെ പേരക്കുട്ടിയാ. എല്ലാം അതിൻ്റെ മുറയ്ക്ക് തന്നെ നടക്കണം. ദേ, നീ പോയിട്ടേ ആ സാധനം എടുത്തിട്ട് വാ എന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്. റൂമിലോട്ട് പോയിട്ട് ആഭരണപ്പെട്ടി കൊണ്ടുവരുന്നുണ്ട്. ഇത് കാണുന്നതും അനാമികയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. തനിക്കും അതിൽ നിന്ന് എന്തെങ്കിലും തരാനായിരിക്കും എന്നായിരിക്കും അനാമികയുടെ മനസ്സിൽ. അനാമിക ജലജയുടെ ചെവിയിൽ പറയുന്നുണ്ട്, ദേ അപ്പച്ചി, അത് മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടിയല്ലേ? ഇനി ആഭരണങ്ങളെല്ലാം എനിക്ക് തരാനായിട്ടായിരിക്കോ? അതാവില്ല, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാനായിരിക്കും. ഞാനെന്നേ അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞിരുന്നു. എനിക്ക് അമ്മ ഇന്നേ വരെ അമ്മയുടെ ആഭരണങ്ങളൊന്നും തന്നിട്ടില്ല എന്ന്. അതായിരിക്കും എല്ലാവർക്കും തരുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിൽ നിൽക്കുക. മുത്തശ്ശി അത് കൊണ്ടുവന്ന് നവ്യയോട് പറയുന്നുണ്ട്, മോളെ നവ്യ, ഇത് വാങ്ങിക്കുക. ഇതെന്താ മുത്തശ്ശി? ഇത് എല്ലാം നിനക്കുള്ളതാ. മുത്തശ്ശിയുടെ സ്വർണ്ണാഭരണങ്ങളാ. ഈ വയസ്സാം കാലത്ത് ഇനി ഞാൻ ഈ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് നീ മേടിക്കുക. നിന്റെ 7ാം മാസത്തെ ചടങ്ങിന് ഈ ആഭരണങ്ങളെല്ലാം ധരിക്കണം. ഇത് കണ്ട് അനാമിക ഞെട്ടി വേർത്ത് നിൽക്കുമായിരിക്കും. ജലജയും അങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക. പിന്നെ മരുമകൾക്കാണല്ലോ സ്വർണം കൊടുക്കുന്നേ എന്നുള്ള ഉള്ളിലൊരു സന്തോഷം. വാങ്ങിക്കും മോളെ. വേണ്ട മുത്തശ്ശി, എനിക്ക് ഈ ആഭരണങ്ങളൊന്നും വേണ്ട. പണ്ടാണെങ്കിൽ ഞാൻ ഇതൊക്കെ വാങ്ങിയേനെ. ഇന്ന് എനിക്ക് ആഭരണത്തിനോടൊന്നും ഒരു പ്രിയവുമില്ല. കൂടെ നിന്ന് നമ്മളെ സ്നേഹിക്കുന്നതാ ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഈ ആഭരണങ്ങളൊന്നും വേണ്ട. അങ്ങനെ പറയല്ല മോളെ. മോളിത് വാങ്ങിക്ക് ചേച്ചി എന്ന് നയനയും പറയുന്നുണ്ട്. അങ്ങനെ നവ്യ അത് വാങ്ങിക്കാൻ നിൽക്കുക. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, ഓ, ഇതിപ്പോ വേണ്ടാത്തവർക്കാണല്ലോ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇന്നേ വരെ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? ഒരു മോതിരം പോലും മുത്തശ്ശി എനിക്ക് തന്നിട്ടില്ല. തരേണ്ട സമയത്ത് നിനക്കും ഞാൻ തരും. ഇതിപ്പോ നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങല്ലേ, അതിനു വേണ്ടി കൊടുക്കുന്നതാ. നീയും ഇങ്ങനൊരു സന്തോഷ വാർത്ത അറിയിക്കുക. നിനക്കും ഇതുപോലെ തരാം. അപ്പോ നയനെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടാണോ നയനയ്ക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുകൊടുത്തേ? നയന എന്ന് ഇവിടുന്ന് പോയ സമയത്ത് അവൾക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുകൊടുത്തു. അതിന് പുറകിൽ വേറൊരു കാര്യമുണ്ട്. അതിപ്പോൾ ആരോടും പറയാൻ പറ്റില്ല. ജാനകി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും എല്ലാവരോടും പല രീതിയിലാണ് പെരുമാറുന്നത്. എൻ്റെ മരുമകളും നല്ല അന്തസ്സോടു കൂടിയാ ഈ വീട്ടിലോട്ട് കയറി വന്നത്. ഇവളുമാരെക്കാട്ടിലും നല്ല അന്തസ്സിലാ എൻ്റെ മോൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടും അവൾക്കിവിടെ ഒരു പരിഗണനയുമില്ല. അവൾക്ക് എന്തെങ്കിലും കൊടുക്കാനോ അവളെ ഒന്ന് സ്നേഹിക്കാനോ ഇവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. ജാനകി, നീ വെറുതെ ചുമ്മാ ആദ്യം ഇതും പറയല്ലേ. കുടുംബത്തില് പ്രശ്നം ഉണ്ടാക്കാതിരിക്കെ. ഞാനൊന്നും പറയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാലും എൻ്റെ ഭാഗത്ത് നിൽക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഇതിൻ്റെ പേരിലേ ഇവിടെ ഒരു ചർച്ച വേണ്ട. നവ്യ, ഇത് മോൾക്കുള്ളതാ. ഇത് മോള് സുരക്ഷിതമായിട്ട് വെക്കുക. അനാമികയും ജാനകിയും അവിടെ നിന്ന് ദേഷ്യത്തിലങ്ങ് പോവുക.